പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും അത് സമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഒക്കെ തന്നെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രസ് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. ഒക്ടോബർ 3-ാം തീയതി കാലത്ത് 11 മണിക്ക് പ്രസ് ക്ലബിൻ്റെ തന്നെ താഴെയുള്ളതായ ഹാളിൽ വെച്ചിട്ടാണ് 4 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഈ പുസ്തകങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് യോഗക്ഷേമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വേദിക് താന്ത്രിക് ആൻഡ് ട്രഡീഷണൽ റിസർച്ച് സെൻറ്റർ ആറ്റിങ്ങൽ തന്ത്രവിദ്യാ കേന്ദ്രം എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. 2017 ആരംഭിച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ആറ്റിങ്ങൽ തന്ത്രവിദ്യാ കേന്ദ്രം. കഴിഞ്ഞ മെയ് മാസം ഇവിടെ വെച്ചിട്ട് തന്നെ പ്രസ് ക്ലബിൽ വെച്ചിട്ട് തന്നെ ഒരു പുസ്തകം ഞങ്ങൾ പ്രകാശനം ചെയ്തിട്ടുണ്ടായിരുന്നു. സർപ്പപൂജാ വിധികൾ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അതിന് വളരെ സ്വീകാര്യതയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. 2 മാസം കൊണ്ട് ആയിരക്കണക്കിന് കോപ്പികൾ വിറ്റഴിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോക്താക്കൾക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ് കൂടുതൽ ഔചിത്യമെന്ന് തോന്നുന്നു വാക്കുകൾ. ഇവിടെ 4 പുസ്തകങ്ങളാണ് 3-ാം തീയതി പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഒന്ന് സർപ്പപൂജാ വിധികൾ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അതിൻ്റെ പരിഷ്കരിച്ചിരിക്കുന്ന പതിപ്പ്. മറ്റൊന്ന് സർപ്പ സംസ്കാരം അഥവാ സർപ്പശാന്തി എന്ന് പറയുന്ന പുസ്തകം. മറ്റൊന്ന് പൂജാസമന്വയം. മറ്റൊന്ന് ദശദാന വിധികൾ. എന്നിങ്ങനെ 4 പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. ആ പ്രകാശന കർമ്മത്തിൽ അതിപ്രശസ്തരായ കാണിപ്പയ്യൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ഇന്ന് ആലുവ തന്ത്രവിദ്യാപീഠത്തിൻ്റെ പ്രിൻസിപ്പലായിരിക്കുന്ന മണ്ണാർശാല സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്, അതുപോലെ തന്നെ വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രത്തിൻ്റെ അധിപതിയായിരിക്കുന്ന വേണു നമ്പൂതിരി, അതുപോലെ തന്നെ യോഗക്ഷേമ സഭയുടെ സംസ്ഥാന വനിതാ പ്രസിഡൻ്റായിരിക്കുന്ന മല്ലിക നമ്പൂതിരി തുടങ്ങിയിരിക്കുന്ന നിരവധി ആൾക്കാർ പ്രകാശന കർമ്മത്തിൽ പങ്കെടുക്കുകയാണ്. ഈ പുസ്തകങ്ങൾ എന്താണെന്നുള്ളതായ ചെറിയൊരു സൂചന കൂടി ഞാൻ നൽകുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ വേണ്ട വിധത്തിൽ പ്രകാശനം ചെയ്യപ്പെട്ടിട്ടില്ലാത്തതായൊരു വിഷയമാണ് സർപ്പ വിഷയങ്ങൾ. കാരണം ഏതാനും ചില പാരമ്പര്യ കുടുംബങ്ങൾ മാത്രം അനുവർത്തിച്ചു പോകുന്നതായ ചില വിഷയങ്ങൾ അവ ലിഖിതമായിട്ടുള്ളതായ രീതിയിൽ പുറം ലോകത്തിലേക്ക് കൂടുതലായിട്ട് വരാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവയ്ക്ക് പലപ്പോഴും പല സ്ഥലങ്ങളിലും ദേശവ്യത്യാസം എന്ന് പറയുന്ന അവസ്ഥ കാണുവാനിടയായിട്ടുണ്ട്. ആ ദേശവ്യത്യാസങ്ങളായിട്ടുള്ളതായ വിഷയങ്ങളെ മുഴുവൻ കോർത്തിണക്കിക്കൊണ്ട് പുസ്തക രൂപത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് സർപ്പപൂജാ വിധികൾ എന്ന് പറയുന്നത്. ഏകദേശം 200ഓളം പേജുകൾ വരുന്ന ഒരു വിഷയമാണ് അത്. മറ്റൊന്ന് സർപ്പ സംസ്കാരം അഥവാ സർപ്പശാന്തി എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഈ ഗ്രന്ഥം ഇന്ന് കേരളത്തിൽ വളരെ ചുരുക്കം വിരലിലെണ്ണാവുന്നതായ വൈദികന്മാർ മാത്രം പ്രയോഗിച്ചു വരുന്നതായ ഒരു ക്രിയയാണ്. അത് എന്തിനു വേണ്ടി പ്രയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് ഒരു കാവുണ്ട്, ആ കാവ് നശിക്കാൻ ഇടവന്നിട്ടുണ്ട്. ആ കാവിൽ തീ പിടിക്കുകയോ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജന്മജന്മാന്തര കൃതങ്ങളായിട്ട് തലമുറകളായിട്ട് അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ചു പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ പുരാണേരി ഗ്രന്ഥങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളതായ ഘട്ടങ്ങളിൽ അവയ്ക്കുള്ളതായ ഒരു പരിഹാരമാണ് ഈ സർപ്പസംസ്കാരം അഥവാ സർപ്പശാന്തി. 4 ദിവസം നീണ്ടു നിൽക്കുന്നതായ ബൃഹത്തായ ക്രിയകളോട് കൂടിയിട്ടുള്ളതായ ഒരു പദ്ധതിയാണ് ഈ സർപ്പസംസ്കാരം അഥവാ സർപ്പശാന്തി എന്ന് പറയുന്ന ആ ക്രിയയിലൂടെ വിവരിക്കുവാൻ വേണ്ടി ലക്ഷ്യമിട്ടിരിക്കുന്നത്. അത് പൊതുസമൂഹത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്.
മറ്റൊന്ന് ദശദാന വിധികൾ എന്നുള്ളതാണ്. ഇവിടെയും നമ്മുടെ പാപകർമ്മങ്ങൾ, ഇപ്പോൾ ദശദാനങ്ങളിൽ ഒന്ന് അന്നദാനം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ക്ഷേത്രങ്ങളിലും മറ്റുള്ളതായ ആൾക്കാർക്കും ഒക്കെ തന്നെ ദാനങ്ങളിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ളതായ ഒന്നാണ് അന്നദാനം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ദുരിതങ്ങൾ തീരുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ദാനങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും ഗരുഡപുരാണം തുടങ്ങിയിരിക്കുന്ന പുരാണങ്ങളിലെല്ലാം തന്നെ പ്രത്യേകം എടുത്തു പറയുന്നതായ ഒരു വസ്തുതകളുണ്ട് ദാനധർമാദി കാര്യങ്ങളെക്കുറിച്ച്. അവയെല്ലാം വിശദമാക്കുന്നതായ ഒരു ഗ്രന്ഥമാണ് ദശദാന വിധികൾ എന്ന് പറയുന്നത്. മറ്റൊന്ന് പൂജാസമന്വയം. നിരവധി പല പൂജകളെയും കോർത്തിണക്കിക്കൊണ്ട് 200 പരം പേജുകളുള്ളതായ, നമ്മുടെ ഈ രംഗത്തേക്ക് കടന്നു വരുന്നതായ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും കൂടുതൽ അതിൽ ഗവേഷണം നടത്തുന്നതിനും പഠനം നടത്തുന്നതിനും ആവശ്യമായ രീതിയിൽ, ലളിതമായ രീതിയിൽ പ്രമാണങ്ങളോട് കൂടിയിട്ട് അവതരിപ്പിക്കുകയാണ് പൂജാസമന്വയം എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിലൂടെ ചെയ്യുന്നത്. ഈ 4 ഗ്രന്ഥങ്ങളാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ളതായ സഹകരണങ്ങളും നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത് പൊതുസമൂഹത്തിൽ നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ ഉറവിടങ്ങളാണ് ഇവയെല്ലാം. ആ ഉറവിടങ്ങളെ സംരക്ഷിക്കേണ്ടത് കൃത്യമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അതിനാൽ ആ കർത്തവ്യം നിറവേറ്റുക, അത് നമ്മുടെ സമൂഹത്തിന് എത്രമാത്രം പ്രയോജനകരമാക്കി മാറ്റുവാൻ സാധിക്കുമെന്ന ചിന്തയിലൂടെയാണ് ഈ പുസ്തകങ്ങളെല്ലാം തന്നെ സമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കുന്നത്. അവയ്ക്ക് വേണ്ട വിധത്തിലുള്ളതായ പ്രോത്സാഹനങ്ങളും സഹായങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ജനറൽ സെക്രട്ടറിയാണ് തന്ത്രവിദ്യ എന്നതിൻ്റെ. ഇദ്ദേഹം വൈസ് ചെയർമാനാണ്. 2 പേരും ജോയിൻറ്റ് സെക്രട്ടറിമാരാണ്.